8ാം ക്ലാസ്സിലെ ഹിസ്റ്ററിയിലെ വിമൻ കാസ്റ്റ് ആൻഡ് റിഫോം എന്ന ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്. അതിൻ്റെ ഫസ്റ്റ് പാർട്ട് നമുക്ക് നോക്കാം. ഹാവ് യു എവർ തോട്ട് ഓഫ് ചിൽഡ്രൻ, ഹൗ ചിൽഡ്രൻ ലിവ്ഡ് അബൌട്ട് 200 years ago? 200 വർഷങ്ങൾക്ക് മുമ്പ് എങ്ങനെയായിരിക്കും കുട്ടികൾ ജീവിച്ചിട്ടുണ്ടാവുക? നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? Nowadays most girls from middle class families go to school. മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് പോലും ഗേൾസ് സ്കൂളിൽ പോകുന്നു. ഓഫൻ സ്റ്റഡി വിത്ത് ബോയ്സിൻ്റെ കൂടെ ഇരുന്ന് പഠിക്കുന്നു. ഓൺ ഗ്രോയിങ് അപ്പ് മെനി ഓഫ് ദം ഗോ ടു കോളേജസ് ആൻഡ് യൂണിവേഴ്സിറ്റി. വലുതായി കഴിയുമ്പോൾ ഒരു കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലൊക്കെ പഠിക്കാൻ പോകുന്നു. ആൻഡ് ടേക്ക് അപ്പ് ജോബ്സ് ആഫ്റ്റർ ദാറ്റ്. ജോലി ചെയ്യുന്നു അത് കഴിഞ്ഞിട്ട്. ആൻഡ് ദേ ഹാവ് ടു ബി അഡൾട്ട്സ് ബിഫോർ ദേ ആർ ലീഗലി മാരീഡ്. ലീഗലി വിവാഹം കഴിക്കുന്നതിന് മുമ്പ് അവർ അഡൽട്ട്സ് ആവുന്നു. അഡൽട്ടായിട്ട് കഴിഞ്ഞിട്ടാണ് വിവാഹം കഴിക്കുന്നത്. ആൻഡ് അക്കോർഡിംഗ് ടു ലോ ദേ ക്യാൻ മാരി എനി വൺ ദേ ലൈക്ക്. ആരെ ഇഷ്ടപ്പെടുന്നോ അവരെ വിവാഹം കഴിക്കാനുള്ള റൈറ്റ്സും ഉണ്ട് അവർക്ക്. ആൻഡ് ഫ്രം എനി കാസ്റ്റ് ആൻഡ് കമ്മ്യൂണിറ്റി. ഏത് കമ്മ്യൂണിറ്റിയിൽ നിന്നും ഏത് കാസ്റ്റിൽ നിന്നും വിവാഹം ആരെയും കഴിക്കാം. ആൻഡ് വിഡോസ് ക്യാൻ റീമാരി ടു. വിധവകൾക്ക് വീണ്ടും കല്യാണം കഴിക്കാനുള്ള അധികാരവും അവകാശവും ഉണ്ട്. ഓൾ വുമൻ ലൈക്ക് ഓൾ മെൻ. എല്ലാ സ്ത്രീകളും പുരുഷന്മാരെ പോലെ ക്യാൻ വോട്ട് ആൻഡ് സ്റ്റാൻഡ് ഫോർ ഇലക്ഷൻസ്. വോട്ട് ചെയ്യാം, ഇലക്ഷനിൽ നിൽക്കാം. ഓഫ് കോഴ്സ് ദീസ് റൈറ്റ്സ് ആർ നോട്ട് ആക്ച്വലി എൻജോയ്ഡ് ബൈ ഓൾ. എല്ലാവർക്കും ഈ റൈറ്റ്സ് കിട്ടിയിരുന്നില്ല. ആൻഡ് പുവർ പീപ്പിൾ ഹാവ് ലിറ്റിൽ ഓർ നോ ആക്സസ് ടു എഡ്യൂക്കേഷൻ. പാവപ്പെട്ടവർക്ക് ഈ എഡ്യൂക്കേഷൻ വളരെ കുറവ്, അല്ലെങ്കിൽ അവർക്ക് എഡ്യൂക്കേഷന് ഉള്ള ഒരു മാർഗം ഉണ്ടായിരുന്നില്ല. ആൻഡ് ഇൻ മെനി ഫാമിലീസ് വിമൻ കൻ നോട്ട് ചൂസ് ദെയർ ഹസ്ബൻഡ്സ്. പല ഫാമിലീസിലും സ്ത്രീകൾക്ക് അവൻ്റെ ഹസ്ബൻഡിനെ അല്ലെങ്കിൽ വിവാഹം കഴിക്കുന്ന ആളെ സെലക്ട് ചെയ്യാനുള്ള റൈറ്റ്സ് പോലും ഉണ്ടായിരുന്നില്ല. 200 years ago, 200 വർഷങ്ങൾക്ക് മുമ്പ് തിങ്സ് വെർ വെരി ഡിഫറെൻറ്റ്. ഇപ്പോൾ എൻജോയ് ചെയ്യുന്ന, ഇപ്പോൾ കിട്ടുന്ന അവകാശങ്ങളൊന്നും സ്ത്രീകൾക്ക് പണ്ടുണ്ടായിരുന്നില്ല. അതുപോലെ വളരെ ഡിഫറെൻ്റ് ആയിരുന്നു 200 വർഷങ്ങൾക്ക് മുമ്പ്. മോസ്റ്റ് ചിൽഡ്രൻ വെർ മാരീഡ് ഓഫ് അറ്റ് ആൻ ഏർലി ഏജ്. വളരെ ചെറുപ്പത്തിൽ തന്നെ കുട്ടികളെ വിവാഹം കഴിച്ചു വിടുമായിരുന്നു. ആൻഡ് ബോത്ത് ഹിന്ദു ആൻഡ് മുസ്ലിം men could marry more than one wife. ഒരു ഭാര്യയെക്കാളും പല ഭാര്യമാരെ കല്യാണം കഴിക്കാനുള്ള അവകാശം ഹിന്ദുവിലും മുസ്ലിം പുരുഷന്മാർക്കുണ്ടായിരുന്നു. അവരങ്ങനെ ചെയ്തിരുന്നു. In some parts of the country, widows were praised if they choose death by burning themselves on the funeral pyre of their husband. അപ്പം ഹസ്ബൻഡ് മരിച്ചു കഴിഞ്ഞാൽ ഹസ്ബൻഡിനെ കത്തിക്കുന്ന ആ ചിതയിലോട്ട് ചാടി സ്വയം മരിക്കുക. അങ്ങനെയായിരുന്നു പണ്ടത്തെ ഒരു സതി എന്നാണ് അതിനെ പറഞ്ഞിരുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സ്ത്രീകളെ നല്ലവരായും അതുപോലെ തന്നെ പ്രശംസിക്കുകയോ ഒക്കെ ചെയ്തിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. വിമൻ ഹൂ ഡൈഡ് ഇൻ ദിസ് മാനർ വെദർ വില്ലിംഗ്ലി ഓർ അതർവൈസ് വെർ കോൾഡ് സതി. വില്ലിംഗ് ആയോ അല്ലാതെയോ ഇങ്ങനെ ചിതയിൽ ചാടി മരിക്കുന്നവരെ സതി എന്നാണ് വിളിക്കുന്നത്. മീനിങ് വിർച്വസ് വുമൻ, നല്ല സ്ത്രീകളായിട്ടാണ് കണ്ടിരുന്നത്. വുമൻസ് റൈറ്റ്സ് ടു പ്രോപ്പർട്ടി വെയർ ഓൾസോ റെസ്ട്രിക്റ്റഡ്. വുമൻസിന് അവരുടെ പാരൻസിൻ്റെ പ്രോപ്പർട്ടിയിലൊന്നും അവകാശം ഉണ്ടായിരുന്നില്ല. ബിസൈഡ്സ് മോസ്റ്റ് വിമൻ ഹാഡ് വിർച്വലി നോ ആക്സസ് ടു എഡ്യൂക്കേഷൻ. മെജോറിറ്റി സ്ത്രീകൾക്കും എഡ്യൂക്കേഷൻ കിട്ടിയിരുന്നില്ല. And in many parts of the country, people believed that if a woman was educated, she would become a widow. എഡ്യൂക്കേറ്റഡ് ആണെങ്കിൽ ഒരു സ്ത്രീ പഠിച്ചു കഴിഞ്ഞാൽ അവളുടെ ഹസ്ബൻഡ് മരിക്കും, അവൾ വിധവയാകും എന്നാണ് ആൾക്കാർ വിശ്വസിച്ചിരുന്നത്. ഇവിടെ ഈ കാണുന്നത് സതീൻ്റെ ഒരു ഇമേജാണ്, ഒരു പിക്ചറാണ്. ഹസ്ബൻഡിൻ്റെ ചിതയിലോട്ട് എടുത്ത് ചാടുന്ന അല്ലെങ്കിൽ കത്തി മരിക്കുന്ന സ്ത്രീ. സതി പെയിൻറ്റഡ് ബൈ ബൽത്തസാർ സോൾവിൻ.
1813 വരച്ച ഒരു പെയിൻറ്റിംഗ് ആണത്. ദിസ് വാസ് വൺ ഓഫ് ദി മെനി പിക്ചേഴ്സ് ഓഫ് സതി പെയിൻറ്റഡ് ബൈ യൂറോപ്യൻ ആർട്ടിസ്റ്റ്. യൂറോപ്യൻ ആർട്ടിസ്റ്റ് പെയിൻറ്റ് ചെയ്ത പല പെയിൻറ്റിങ്ങുകളിലും ഒരു പെയിൻറ്റിംഗ് ആണത്. ഹു കെയിം ടു ഇന്ത്യ. ഇന്ത്യയിൽ വന്ന യൂറോപ്യൻസ് അവർ ആർട്ടിസ്റ്റുകൾ വരച്ച സതിയാണ്, സതിയുടെ പിക്ചറാണത്. ദ പ്രാക്ടീസ് ഓഫ് സതി വാസ് സീൻ ആസ് എവിഡൻസ് ഓഫ് ബാർബേറിസം ഓഫ് ദി ഈസ്റ്റിൻ്റെ ബാർബേറിസം ആണെന്നാണ് ഈ പ്രാക്ടീസ് ഓഫ് സതിയെ യൂറോപ്യൻസ് വിളിച്ചത്. ഡിഫറൻസസ് ബിറ്റ്വീൻ മെൻ ആൻഡ് വിമൻ വെർ നോട്ട് ദ ഓൺലി വൺസ് ഇൻ സൊസൈറ്റി. ഈ ഡിഫറൻസസ് മാത്രമായിരുന്നില്ല. ഇൻ മോസ്റ്റ് റീജിയൻസ് പീപ്പിൾ വെർ ഡിവൈഡഡ് അലോങ് ലൈൻസ് ഓഫ് കാസ്റ്റ്. ജാതിപരമായും ആൾക്കാർ ഡിവൈഡഡ് ആയിരുന്നു. ജാതിപരമായിട്ട് എങ്ങനെയായിരുന്നു ഡിവൈഡ് ചെയ്തത്? ബ്രാഹ്മൺസ്, ക്ഷത്രിയന്മാർ, വൈശ്യാസ്, പിന്നെ ശൂദ്രാസ്, അങ്ങനെ പല ക്ലാസ്സുകളായി ഡിവൈഡഡ് ആയിരുന്നു. ബ്രാഹ്മൺസ് ആൻഡ് ക്ഷത്രിയാസ് കൺസിഡേർഡ് ദംസെൽഫ് ആസ് അപ്പർ കാസ്റ്റ്. അവർ അപ്പർ കാസ്റ്റ് ആയിട്ടാണ് കണ്ടിരുന്നത്. അതേഴ്സ് സച്ച് ആസ് ട്രേഡേഴ്സ് ആൻഡ് മണി ലെൻഡേഴ്സ്. ട്രേഡേഴ്സും മണി ലെൻഡേഴ്സും ഒക്കെ വൈശ്യാസ് വെയർ പ്ലേസ്ഡ് ആഫ്റ്റർ ദം. അതായത് ബ്രാഹ്മണന്മാരും ക്ഷത്രിയന്മാരും കഴിഞ്ഞാൽ പിന്നെ വരുന്നതാണ് വൈശ്യാസ്. Then came the peasants and artisans such as weavers, potters. ഇവരെല്ലാവരും ശൂദ്രാസ് ആയിട്ടാണ് കണ്ടിരുന്നത്. ഏറ്റവും താഴെയാണ് അവർ. At the lowest rung were those who labored to keep cities and villages clean or worked at jobs that upper caste considered polluting. അപ്പർ കാസ്റ്റിന് പൊല്യൂട്ടിംഗ് ആയ വൃത്തിഹീനമായ ജോലികളെന്ന് വിചാരിച്ചിരുന്ന ജോലികൾ ചെയ്യുന്നവരാണ് ശൂദ്രാസ്. ഓക്കെ. ആൻഡ് it could lead to loss of caste status. Upper caste also treated many of these groups at the bottom as untouchable. ഈ താഴെയുള്ള ഈ ശൂദ്രാസിന് അൺടച്ചബിൾ ആയിട്ടാണ് ട്രീറ്റ് ചെയ്തിരുന്നത്. ആൻഡ് they were not allowed to enter temples. അമ്പലങ്ങളിലോ they were not allowed to draw water from the wells used by the upper caste. അപ്പർ കാസ്റ്റ് ഉയർന്ന ജാതിക്കാർ ഉപയോഗിക്കുന്ന കിണറുകളിൽ നിന്ന് വെള്ളം കോരാൻ അവർക്ക് അവകാശം ഉണ്ടായിരുന്നില്ല. ഓർ ബാത്ത് ഇൻ ദ പോൺസ് വേർ അപ്പർ കാസ്റ്റ് ബെയ്ത്ത്. അപ്പർ കാസ്റ്റുകാർ കുളിക്കുന്ന കുളങ്ങളിൽ കുളിക്കാനോ അവർക്ക് അവകാശം ഉണ്ടായിരുന്നില്ല. ദേ വർ സീൻ ആസ് ഇൻഫീരിയർ ഹ്യൂമൻ ബീയിങ്സ്. ഇൻഫീരിയർ ഹ്യൂമൻ ബീയിങ്സ് ആയിട്ടാണ് അവരെ കണ്ടിരുന്നത്, ശൂദ്രാസിനെ കണ്ടിരുന്നത്. ഓവർ ദ 19th and 20th centuries, many of these norms and perceptions slowly changed. 19th centuryയിലും 20th centuryയിലും ഒക്കെ ഇങ്ങനെയുള്ള നോംസ്, ഇങ്ങനെയുള്ള പെർസെപ്ഷനും മെല്ലെ മെല്ലെ മാറി വന്നു. ലെറ്റ് us see how this happened. നമ്മൾ ഈ ചാപ്റ്ററിൽ നോക്കുന്നത് ഇതെങ്ങനെയാണ് ഈ പെർസെപ്ഷൻസും ഈ ആറ്റിറ്റ്യൂഡും ഈ നോംസ് എല്ലാം ചേഞ്ച് ആയത് എന്ന്. വർക്കിംഗ് ടുവേർഡ്സ് ചേഞ്ച്. ഈ ചേഞ്ചിലോട്ടുള്ള വർക്ക് എന്തൊക്കെയായിരുന്നു, ആരൊക്കെയാണ് അതിനുവേണ്ടി പ്രവർത്തിച്ചത്, അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. From the early 19th century, we find debates and discussions about social customs and practices taking on a new character. ഇപ്പോൾ പല ഡിബേറ്റ്സും പല ഡിസ്കഷൻസും സോഷ്യൽ കസ്റ്റംസിനെ കുറിച്ചും പ്രാക്ടീസസിനെ കുറിച്ചും ഒക്കെ 19th century തൊട്ട് അങ്ങനെ തുടങ്ങി വന്നിരുന്നു. Most important reason for this was the development of new forms of communication. ന്യൂ ഫോംസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ചെയ്ത് വന്നതോടെയാണ് ഇങ്ങനെയുള്ള ചർച്ചകൾ വന്നത്. ഫോർ ദ ഫസ്റ്റ് ടൈം ബുക്സ്, ന്യൂസ് പേപ്പേഴ്സ്, മാഗസിൻസ്, ലീഫ്ലെറ്റ്സ്, പാംഫ്ലെറ്റ്സ് വർ പ്രിൻറ്റഡ്. പ്രിൻറ്റ് ചെയ്യുന്ന ന്യൂസ് പേപ്പറും മാഗസിൻസും ലീഫ്ലെറ്റ്സും ബുക്സും ഒക്കെ ഉണ്ടായി വന്നു. ആൻഡ് ദീസ് വർ ഫാർ ചീപ്പർ ആൻഡ് ഫാർ മോർ ആക്സസിബിൾ ദാൻ ദ manuscripts that you have read in the class 7th നമ്മൾ പഠിച്ചു. കൈകൊണ്ടെഴുതുന്ന മാനുസ്ക്രിപ്റ്റ്സുകളെ അത് ഭയങ്കര കോസ്റ്റ്ലി ആയിരുന്നു. അതുപോലെ തന്നെ അത് ആക്സസിബിൾ ആയിരുന്നില്ല. പക്ഷേ ഈ പ്രിൻറ്റിങ് തുടങ്ങിയപ്പോൾ, ഇങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷൻ ന്യൂ ഫോംസ് ഓഫ് കമ്മ്യൂണിക്കേഷൻസ് വന്നപ്പോൾ ഈ ഇങ്ങനെയുള്ള ചേഞ്ചസ് കുറച്ചുകൂടി ഈസിയായി, എളുപ്പമായി. ആൻഡ് ദെർഫോർ ഓർഡിനറി പീപ്പിൾ കുഡ് read these, and many of them could write and express their ideas in their own language. അപ്പോൾ സാധാരണ ആൾക്കാർ ഇത് വായിക്കാനും അതുപോലെ തന്നെ അവർക്ക് എഴുതാനും അവരുടെ ഐഡിയാസ് അവരുടെ ലാംഗ്വേജിൽ എക്സ്പ്രസ് ചെയ്യാനും പറ്റി. All kinds of issues, social, political, economic, religious, could now be debated and discussed by men.
and sometimes by women as well. In the new സിറ്റികളിൽ ഈ സോഷ്യൽ പൊളിറ്റിക്കൽ എക്കണോമിക്കൽ റിലീജിയസ് ആയിട്ടുള്ള പല ഇഷ്യൂസും ഡിബേറ്റ് ചെയ്യാനും ഡിസ്കസ് ചെയ്യാനും പുരുഷന്മാർക്കും സ്ത്രീകൾക്കും അങ്ങനെ പറ്റി. ദ ഡിസ്കഷൻസ് കുഡ് റീച്ച് ഔട്ട് ടു എ വൈഡർ പബ്ലിക്. കൂടുതൽ പബ്ലിക്കിലോട്ടെത്താൻ ഈ ഡിസ്കഷൻസ് കൂടുതൽ പബ്ലിക്കിലോട്ടെത്താൻ സഹായിച്ചു. ആൻഡ് കുഡ് ബിക്കം ലിങ്ക്ഡ് ടു മൂവ്മെൻറ്റ്സ് ഫോർ സോഷ്യൽ ചേഞ്ച്. അതൊക്കെ ഒരു സോഷ്യൽ ചേഞ്ചിന് കാരണമായി. And these debates were often initiated by Indian reformers and reform groups. Indian reformersum reform groupsum ആണ് ഇങ്ങനെയുള്ള ഡിബേറ്റ്സ് ഇനിഷ്യേറ്റ് ചെയ്തത്, സ്റ്റാർട്ട് ചെയ്തത്. ആൻഡ് വൺ സച്ച് റിഫോമർ വാസ് രാജാ റാം മോഹൻ റോയ്. അങ്ങനെ ഒരു റിഫോർമറായിരുന്നു രാജാ റാം മോഹൻ റോയ്. 1772 ജനിച്ച് 1833 വരെ ജീവിച്ച രാജാ റാം മോഹൻ റോയ്. He founded a reform association known as ബ്രഹ്മസഭ. ബ്രഹ്മസഭ എന്ന ഒരു അസോസിയേഷൻ ഫോം ചെയ്തു. ലേറ്റർ ഇറ്റ് വാസ് കോൾഡ് ബ്രഹ്മ സമാജ് ഇൻ കൽക്കട്ട. കൽക്കട്ടയിൽ ആണ് ഇത് ഫോം ചെയ്തത്, ഉണ്ടാക്കിയത് അദ്ദേഹത്തിൻ്റെ അസോസിയേഷൻ. പീപ്പിൾ സച്ച് ആസ് റാം മോഹൻ റോയ് are described as reformers because they felt that changes were necessary in the society. അവർക്ക് അവർ റിഫോമർ ആയി കണക്കാക്കിയത് എന്തുകൊണ്ടെന്നാന്ന് വെച്ചാൽ സൊസൈറ്റിയിൽ ഒരു ചേഞ്ച് വേണമെന്ന് അവർ ആഗ്രഹിച്ചു. അതുപോലെ തന്നെ ആൻഡ് ദ അൺജസ്റ്റ് പ്രാക്ടീസസ് നീഡഡ് ടു ബി ഡൺ അവേ വിത്ത്. ഈ ന്യായമല്ലാത്ത പ്രാക്ടീസസുകൾ, കസ്റ്റംസ്, റിച്വൽസ് അതെല്ലാം ഒഴിവാക്കേണ്ടതാണെന്ന് അവർ മനസ്സിലാക്കി. അതിനുവേണ്ടി പ്രയത്നിച്ചു. ആൻഡ് ദേ തോട്ട് ദാറ്റ് ദ ബെസ്റ്റ് വേ ടു എൻഷുർ സച്ച് ചേഞ്ച് വാസ് persuading people to give up old practices and adopt a new way of life. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒഴിവാക്കാനായിട്ട് അവർ ചേഞ്ച് വരുത്താനായിട്ട് ജനങ്ങളെ മനസ്സിലാക്കണം, ജനങ്ങളെ മനസ്സിലാക്കിപ്പിക്കണം. ടു ഗിവ് അപ്പ് ഓൾഡ് പ്രാക്ടീസസ്, ഓൾഡായിട്ടുള്ള ആ പ്രാക്ടീസസ്, റോങ് ആയിട്ടുള്ള പ്രാക്ടീസസ് ഒഴിവാക്കാനും അതുപോലെ തന്നെ ന്യൂ വേ ഓഫ് ലൈഫ് അഡോപ്റ്റ് ചെയ്യാനായിട്ട് ആൾക്കാരെ പഠിപ്പിക്കണം, മനസ്സിലാക്കണം. അതിനു വേണ്ടിയാണ് അവർ പ്രവർത്തിച്ചത്. റാം മോഹൻ റോയ് വാസ് keen to spread knowledge of Western education in the country and bring about a greater freedom and equality for women. അദ്ദേഹം ചെയ്തത് നോളജ് സ്പ്രെഡ് ചെയ്യുക, വെസ്റ്റേൺ എഡ്യൂക്കേഷൻ രാജ്യത്തിൽ മൊത്തം സ്പ്രെഡ് ചെയ്യുക. അതുപോലെ തന്നെ ബ്രിങ് അബൌട്ട് ഗ്രേറ്റർ ഫ്രീഡം ആൻഡ് ഇക്വാലിറ്റി ഫോർ വുമന്. വനിതകൾക്ക്, സ്ത്രീകൾക്ക് കൂടുതൽ ഇക്വാലിറ്റിയും അതുപോലെ തന്നെ ഫ്രീഡവും കൊടുക്കുക. And he wrote about the way women were forced to bear the burden of domestic work. എങ്ങനെയാണ് മൊത്തം വീടിൻ്റെ കാര്യങ്ങളുടെ ബേർഡൻ ഈ വിമൻ്റെ തലയിൽ വരികയും അതുപോലെ തന്നെ they are confined to home and kitchen. വീടിൻ്റെ അടുക്കളയിലും തളച്ചിടപ്പെടുകയാണ്. and not allowed to move out and become educated. അവർക്ക് വീടിന് വെളിയിലിറങ്ങാനോ എഡ്യൂക്കേഷൻ നേടാനോ ഉള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. അതിനെക്കുറിച്ചെല്ലാം ഈ രാജാ റാം മോഹൻ റോയ് എഴുതുകയാണ്. ആൻഡ് ചേഞ്ചിങ് ദ ലൈഫ്സ് ഓഫ് വിഡോസ് അല്ലെങ്കിൽ ഭർത്താവ് മരിച്ച സ്ത്രീകൾ, വിധവകൾ, അവരുടെ ജീവിതത്തിൽ ചേഞ്ച് വന്നത് എങ്ങനെയാണ്, എന്തായിരുന്നു ആദ്യം, എന്ത് ചേഞ്ച് വന്നു, അതിനെക്കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. രാജാ റാം മോഹൻ റോയ് വാസ് പർട്ടിക്കുലർലി മൂവ്ഡ് ബൈ ദ പ്രോബ്ലംസ് വിഡോസ് ഫേസ്ഡ് ഇൻ ദെയർ ലൈഫ്സ്. ഇങ്ങനെയുള്ള സ്ത്രീകൾ, വിഡോസായ സ്ത്രീകൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലങ്ങൾ ഒരുപാട് രാജാ റാം മോഹൻ റോയെ വിഷമിപ്പിച്ചു. ആൻഡ് ഹി ബിഗാൻ എ ക്യാമ്പയിൻ അഗെയിൻസ്റ്റ് ദ പ്രാക്ടീസ് ഓഫ് സതി. ആ സതി എന്ന പ്രാക്ടീസിന് അഗെയിൻസ്റ്റായിട്ട് അദ്ദേഹം ഒരു ക്യാമ്പയിൻ തുടങ്ങി. റാം മോഹൻ റോയ് വാസ് വെൽ വേഴ്സ്ഡ് ഇൻ സാൻസ്ക്രിറ്റ്. സംസ്കൃതവും പെർഷ്യനും സെവറൽ അതർ ഇന്ത്യൻ ആൻഡ് യൂറോപ്യൻ ലാംഗ്വേജസ് അറിയായിരുന്നു റാം മോഹൻ റോയ്ക്ക്. ഹി ട്രൈഡ് ടു ഷോ ത്രൂ ഹിസ് റൈറ്റിംഗ്സ് that the practice of widow burning was no sanction in ancient texts. പുരാതന ടെക്സ്റ്റിലൊന്നും എവിടെയും ഈ വിഡോ ബേണിങ്ങിനെ കുറിച്ച്, സത്യയെക്കുറിച്ച് എവിടെ എഴുതിയിട്ടില്ല എന്ന് അദ്ദേഹം എഴുതി. അദ്ദേഹം പ്രൂവ് ചെയ്യാൻ ശ്രമിച്ചു. ബൈ ഏർലി 19th century
as you have read in chapter 6, many British officials had also begun to criticize Indian traditions and customs. അതുപോലെ തന്നെ ഏർലി 19th സെഞ്ച്വറിയിൽ നമ്മൾ ചാപ്റ്റർ 6 വായിച്ചതാണ് ഓൾറെഡി. ബ്രിട്ടീഷ് ഒഫീഷ്യൽസ് എല്ലാം ഈ ഇന്ത്യയിലെ ഈ ഇങ്ങനെയുള്ള ട്രഡീഷൻസും കസ്റ്റംസിനെയെല്ലാം ക്രിട്ടിസൈസ് ചെയ്യാൻ തുടങ്ങി. ആൻഡ് വെർ ദെയർ ഫോർ more than willing to listen to Ram Mohan Roy പറയുന്നത് കേൾക്കാൻ ഈ ബ്രിട്ടീഷ് ഒഫീഷ്യൽസ് തയ്യാറായിരുന്നു. ആൻഡ് റെപ്യൂട്ടഡ് ടു ബി എ ലേൺഡ് മാൻ, ഒരു പഠിച്ച മനുഷ്യനാണ് ഈ റാം മോഹൻ റോയ്. ആൻഡ് ഇൻ 1829 സതി വാസ് ബാൻഡ്. അങ്ങനെ 1829 സതി ബാൻ ചെയ്യുകയാണ്, നിർത്തലാക്കുകയാണ്. The strategy adopted by Ram Mohan was used by later reformers as well. ഈ സ്ട്രാറ്റജി, ഈ റാം മോഹൻ റോയ് അഡോപ്റ്റ് ചെയ്ത ഈ സ്ട്രാറ്റജി മറ്റ് റിഫോമേഴ്സും അഡോപ്റ്റ് ചെയ്യുകയാണ്. ആൻഡ് whenever they wished to challenge a practice, ഒരു പഴയ പ്രാക്ടീസിനെ ചലഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ അവരെന്ത് ചെയ്യും? ട്രൈ ടു ഫൈൻഡ് എ വേഴ്സ് ഓർ എ സെൻറ്റൻസ് ഇൻ ദ ഏൻഷ്യൻസ് ആൻഡ് സേക്രഡ് ടെക്സ്റ്റ് ദാറ്റ് സപ്പോർട്ടഡ് ദെയർ പോയിൻ്റ് ഓഫ് വ്യൂ. അവരുടെ പോയിൻ്റ് ഓഫ് വ്യൂ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സെൻറ്റൻസ് ഏൻഷ്യൻ സാക്രഡ് ടെക്സ്റ്റ് ബുക്സ്, അവർ പഴയ പുരാതന ടെക്സ്റ്റ് ബുക്കുകളിൽ, അവരുടെ സാക്രഡ് ആയിട്ടുള്ള ടെക്സ്റ്റ് ഗ്രന്ഥങ്ങളിൽ എങ്ങനെ ഇത് റോങ് ആണ് എന്ന് സ്ഥാപിക്കാനായിട്ടുള്ള സെൻറ്റൻസ് അല്ലെങ്കിൽ വേർഡ്സ് സെലക്ട് ചെയ്യും. ദെൻ they then suggested that the practice as it is existed at present was against early tradition. ഇപ്പോഴുള്ള ഈ പ്രാക്ടീസ് ഇത് മുമ്പുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ മുമ്പുണ്ടായിരുന്നതിന് എഗെയിൻസ്റ്റാണ്, ചെയ്യുന്നത് തെറ്റാണെന്ന് ജനങ്ങളെ ബോധവാന്മാരാക്കാൻ ആ വേർഡ്സ് അല്ലെങ്കിൽ ആ പഴയ ഏൻഷ്യൻ ടെക്സ്റ്റ് ബുക്കുകളിലുള്ള സെൻറ്റൻസസ്, വേർഡ്സ് സഹായിച്ചു. അപ്പോൾ അത് ഈസിയാവും അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. രാജാ റാം മോഹൻ റോയിൻ്റെ ഒരു പിക്ചറാണ് ഈ കാണുന്നത്, പെയിൻറ്റഡ് ബൈ റെംബ്രാൻഡ് പെലെ, 1833. ഓക്കെ, ഈ കാണുന്നത് ഹുക്ക് സ്വിങ്ങിങ് ഫെസ്റ്റിവലാണ്. ഇവിടെ സ്കിന്നിൽ ഹുക്ക് വെച്ചിട്ട് തൂക്കിയിട്ട് അവരെങ്ങനെ വട്ടം കറക്കുന്ന ഒരു ഓൾഡ് റിച്വലാണ്. അതും ബ്രിട്ടീഷ് ഒഫീഷ്യൽസ്, യൂറോപ്യൻസ് ക്രിട്ടിസൈസ് ചെയ്ത ഒരു തരത്തിലുള്ള സഫറിങ് കൊടുക്കുന്ന ഒരു ഫെസ്റ്റിവൽ. ഇൻ ദിസ് പോപ്പുലർ ഫെസ്റ്റിവൽ ഡിവോട്ടീസ് അണ്ടർവെൻറ്റ് എ പെക്യുലിയർ ഫോം ഓഫ് സഫറിങ് ആസ് എ പാർട്ട് ഓഫ് എ റിച്വൽ വർഷിപ്പിൻ്റെ പാർട്ടായിട്ട് ഇവരിങ്ങനെ ഹുക്കിൽ തൂക്കിയിടുകയാണ് സ്കിന്നിൽ. വിത്ത് ഹുക്സ് പിയേഴ്സ് ത്രൂ ദെയർ സ്കിൻ ദേ സ്വാങ് ദെംസെൽഫ് ഇൻ എ വീൽ, ഒരു വീലിൽ ഇങ്ങനെ കറക്കുകയാണ്. And in the early 19th century, when European officials began criticizing Indian customs and rituals as barbaric ആണെന്ന് യൂറോപ്യൻ ഒഫീഷ്യൽസ് ഇന്ത്യൻ കസ്റ്റംസിനെ, റിച്വൽസിനെ ക്രിട്ടിസൈസ് ചെയ്തു. This was one of the ritual that came under attack. We first tie them down to the pile. സതിയെക്കുറിച്ചുള്ള ഒരു ഡിസ്ക്രിപ്ഷനാണ് ഇവിടെ. റാം മോഹൻ റോയ് പബ്ലിഷ്ഡ് മെനി പാംഫ്ലെറ്റ്സ്, പല പാംഫ്ലെറ്റ്സുകളും റാം മോഹൻ റോയ് പബ്ലിഷ് ചെയ്തു. സ്പ്രെഡ് ഹിസ് ഐഡിയാസ്, അദ്ദേഹത്തിൻ്റെ ഐഡിയാസ് സ്പ്രെഡ് ചെയ്യാനായിട്ട്. സം ഓഫ് ദീസ് വെർ റിട്ടൺ ഇൻ ആസ് എ ഡയലോഗ് പോലെയാണ് എഴുതിയിരിക്കുന്നത്, ബിറ്റ്വീൻ ആൻ അഡ്വക്കേറ്റ് ആൻഡ് എ ക്രിട്ടിക് ഓഫ് ദി ട്രഡീഷണൽ പ്രാക്ടീസ്. ആൻഡ് ഹിയർ ഈസ് വൺ സച്ച് ഡയലോഗ്. അങ്ങനെയുള്ള ഒരു ഡയലോഗാണ്. അഡ്വക്കേറ്റ് ഓഫ് സതി, അതായത് സതിയെ ന്യായീകരിക്കുന്ന ആളെന്ത് പറയുന്നു, അതുപോലെ തന്നെ ഒപ്പോണൻ്റ് ഓഫ് സതിക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആളെന്ത് പറയുന്നു, അതിനെക്കുറിച്ചാണ് ഒരു ഡയലോഗാണ് അവിടെ പറയുന്നത്. അഡ്വക്കേറ്റ് ഓഫ് സതിയെ സപ്പോർട്ട് ചെയ്യുന്ന ആളെന്താ പറയുന്നത് ഇവിടെ? വുമൻ ആർ ബൈ നേച്ചർ ഇൻഫീരിയർ, അണ്ടർസ്റ്റാൻഡിങ്, അവർ ഇൻഫീരിയറാണ്, പുരുഷന്മാരെക്കാളും താഴെയാണ്. വിത്തൗട്ട് റെസൊല്യൂഷൻ, അൺവർത്തി ഓഫ് ട്രസ്റ്റ് ചെയ്യാൻ പറ്റാത്തവരാണ്. മെനി ഓഫ് ദം ഡെത്ത് ഓഫ് ദെയർ ഹസ്ബൻഡ്സ് ബിക്കം ഡിസൈറസ് ഓഫ് അക്കോമ്പനിയിങ് ദം. ഹസ്ബൻഡ് മരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാലും അവർ ദ ചാൻസ് ഓഫ് ട്രൈങ് ടു എസ്കേപ്പ് ഫ്രം ദ നന്നായി നടക്കില്ല. അങ്ങനെ ഒരു ഇൻഫീരിയർ ക്യാരക്ടേഴ്സ്
ആണെന്നും ദുർബലകളാണെന്നും ഒറ്റയ്ക്ക് ജീവിക്കാനുള്ള കഴിവില്ലാത്തവരാണെന്നൊക്കെയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ട്രൈങ് ടു എസ്കേപ്പ്, അപ്പോൾ ബേണിങ് ഫയറിൽ ചാടിക്കഴിയുമ്പോൾ അവർ എസ്കേപ്പ് ചെയ്യാൻ നോക്കുമെന്നും അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അവരെ ഇതിൽ കെട്ടിയിടുമെന്നും, തീയിൻ്റെ ഉള്ളിൽ കെട്ടിയിടുമെന്നൊക്കെ ഉള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് അവിടെ പറയുന്നത്. ഒപ്പോണൻ്റ് ഓഫ് സതി, അതിനെ എഗെയിൻസ്റ്റായി പറയുന്ന ആൾ പറയുന്നത്, വെൻ ഡിഡ് യു എവർ അഫോർഡ് ദെം എ ഫെയർ ഓപ്പർച്യൂണിറ്റി ഓഫ് എക്സിബിറ്റിംഗ് ദെയർ നാച്ചുറൽ കപ്പാസിറ്റി. സ്ത്രീകൾക്ക് എപ്പോഴാണ് നിങ്ങൾ ഓപ്പർച്യൂണിറ്റി കൊടുത്തത്? അവരുടെ നാച്ചുറൽ കപ്പാസിറ്റി, കേപ്പബിലിറ്റി കാണിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി നിങ്ങൾ കൊടുത്തോ? ഹൗ ദെൻ ക്യാൻ യു ഡിസ്കസ് ദം ആസ് വാണ്ട് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് if after instruction in knowledge and wisdom a person cannot comprehend or retain what has been taught him, we may consider him a deficient. But if you do not educate a woman, how can you see them as inferior? നിങ്ങളൊരു മനുഷ്യന്, ഒരു പുരുഷന് എഡ്യൂക്കേഷന്, നോളജ് എല്ലാം കൊടുത്തിട്ടും അത് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് പറയാം ഡെഫിഷ്യൻ്റ് ആണെന്ന്. പക്ഷേ നിങ്ങളുടെ ഒരു സ്ത്രീക്ക് ഓപ്പർച്യൂണിറ്റി ഒന്നും കൊടുക്കാതെ, പഠിക്കാനുള്ളതോ നോളജ് ഗെയിൻ ചെയ്യാനുള്ളതോ ഒന്നും കൊടുക്കാതെ എങ്ങനെ നിങ്ങൾക്ക് പറയാൻ പറ്റും ഒരു സ്ത്രീ ഇൻഫീരിയർ ആണെന്ന്? For instance, one of the most famous reformers, Ishwar Chandra Vidyasagar, used the ancient text to suggest that widows could remarry. മുമ്പ് പറഞ്ഞത് രാം മോഹൻ റോയെ കുറിച്ചായിരുന്നു. സതി എങ്ങനെ നിർത്തലാക്കി അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി അടുത്തത് വിഡോ റീമാരേജിനെ കുറിച്ചാണ്. അതിൽ ഈശ്വർ ചന്ദ്ര വിദ്യാസാഗറിനെ കുറിച്ച് പറയുന്നു. ഹിസ് സജഷൻ വാസ് അഡോപ്റ്റഡ് ബൈ ബ്രിട്ടീഷ് ഒഫീഷ്യൽസ്. അദ്ദേഹത്തിൻ്റെ സജഷൻസ് ബ്രിട്ടീഷ് ഒഫീഷ്യൽസ് അംഗീകരിച്ചു. ആൻഡ് ദ ലോ വാസ് പാസ്ഡ് ഇൻ 1856, 1856 വിഡോ റീമാരേജിനുള്ള ഒരു ലോ പാസ് ചെയ്യാണ്. Those who were against the remarriage of widows opposed Vidyasagar. അതിന് എഗെയിൻസ്റ്റ് ആയവർ ഈ വിദ്യാസാഗറിനെ എതിർത്തു. ആൻഡ് ഈവൻ ബോയ്ക്കോട്ടഡ് ഹിം, അദ്ദേഹത്തെ ബോയ്ക്കോട്ട് വരെ ചെയ്തു. ആൻഡ് ബൈ ദ സെക്കൻഡ് ഹാഫ് ഓഫ് ദ 19th സെഞ്ച്വറിൻ്റെ സെക്കൻഡ് ഹാഫ് ആയപ്പോഴേക്കും ദ മൂവ്മെൻറ്റ് ഇൻ ഫേവർ ഓഫ് വിഡോ റീമാരേജ് സ്പ്രെഡ് ടു അതർ പാർട്സ് ഓഫ് ദ കൺട്രി. ഈ വിഡോ റീമാരേജിനെ കുറിച്ചുള്ള മെസ്സേജ് മറ്റുള്ള പാർട്സ് ഓഫ് ദ കൺട്രിയിലോട്ട് സ്പ്രെഡ് ചെയ്തു. ഇൻ തെലുഗു സ്പീക്കിംഗ് ഏരിയാസ് ഓഫ് മദ്രാസ് പ്രസിഡൻസിയുടെ തെലുഗു സ്പീക്കിംഗ് ഏരിയാസിൽ വീരസലിംഗം പാൻറ്റുലു ഫോംഡ് ആൻ അസോസിയേഷൻ ഫോർ വിഡോ റീമാരേജിന് വേണ്ടി ഒരു അസോസിയേഷൻ ഫോം ചെയ്തു. അറൗണ്ട് ദ same time, young intellectuals and reformers in Bombay pledged themselves to working for the same cause. ബോംബെയിലെ യങ് ഇൻ്റലക്ച്വൽസും റിഫോമേഴ്സും അതിനുവേണ്ടി ഈ കോസിന് വേണ്ടി, വിഡോ റീമാരേജിന് വേണ്ടി വർക്ക് ചെയ്യുമെന്ന് പ്രതിജ്ഞയെടുത്തു. ഇൻ നോർത്തിൽ സ്വാമി ദയാനന്ദ് സരസ്വതിയാണ് ഈ കാണുന്നത്, ഈ ഫോട്ടോയിൽ കാണുന്നത്. ദയാനന്ദ് സരസ്വതി നോർത്തിൽ who founded a reform association, ഒരു റിഫോം അസോസിയേഷൻ ഉണ്ടാക്കി. അതിൻ്റെ പേരാണ് ആര്യ സമാജ്. ഓൾസോ സപ്പോർട്ടഡ് വിഡോ റീമാരേജ്. അതും ആര്യ സമാജും ഈ ദയാനന്ദ് സരസ്വതി ഈ വിഡോ റീമാരേജിനെ സപ്പോർട്ട് ചെയ്തു. Yet a number of widows who actually remarried remained low, and those who married were not easily accepted in the society. അവരെ സൊസൈറ്റി അക്സെപ്റ്റ് ചെയ്തില്ല. ആൻഡ് കൺസർവേറ്റീവ് ഗ്രൂപ്പ്സ് കണ്ടിന്യൂ ടു ഒപ്പോസ് ന്യൂ ലോ. ഈ പുതിയ നിയമത്തെ അവർ കണ്ടിന്യൂസ്ലി ഒപ്പോസ് ചെയ്തു. ദയാനന്ദ് സരസ്വതി ആര്യ സമാജ് ഫൗണ്ടഡ് ആര്യ സമാജ് ഇൻ 1875, 1875 ദയാനന്ദ് സരസ്വതി ആയിരുന്നു ഈ ആര്യ സമാജ് കണ്ടുപിടിച്ചത് അല്ലെങ്കിൽ ഫൗണ്ട് ചെയ്തത്. ആൻഡ് ഓർഗനൈസേഷൻ ദാറ്റ് അറ്റംപ്റ്റഡ് ടു റിഫോം ഹിന്ദുയിസത്തെ റിഫോം ചെയ്യാൻ ഇത് സഹായിച്ചു. അടുത്ത പാർട്ട് നമുക്ക് അടുത്ത ലെക്ചറിൽ നോക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.